ഹലോ ഡിഎസ്. അപ്പോൾ നമ്മുടെ +2 ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 20 മിനിറ്റിൽ തൂക്കിയ ഒരു എക്സാമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. 20 മിനിറ്റിൽ താഴെയായിരുന്നത് 2Xൽ ഒരു 19 മിനിറ്റ് എങ്ങാണ്ട്. അതിൽ പറഞ്ഞ ക്വസ്റ്റനുകളെല്ലാം അതിനകത്ത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് വന്നു എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ചെറിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വീഡിയോകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. സോ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്താലോ. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നമുക്കറിയാം ജെനറ്റിക് മെക്കാനിസം വിച്ച് പ്രിവെന്റ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പോൾ അതിനെന്തിനകത്ത് അതിൻ്റെ പോളൻ തന്നെ അതിൽ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെയാണ് അത് തടയാൻ വേണ്ടിയിട്ടാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. അതിൻ്റെ പോളൻ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ജെർമിനേറ്റ് ചെയ്യില്ല. ദെൻ DNA ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ആദ്യം ഐസൊലേറ്റ് ചെയ്യേണ്ടത് 1. അപ്പോൾ അതാണ്. അപ്പോൾ 1, അപ്പോൾ 2 ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനകത്ത് നോക്കാം. പിന്നെ ഇൻസേഷൻ ഓഫ് ഒബ്റ്റെയിനിങ് ഇൻസേഷൻ അല്ല, അതിന് മുന്നേ ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ 4 അടുത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി 2. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, മാറൂല. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഐസൊലേറ്റ് ചെയ്യണം, പിന്നെ ആംപ്ലിഫൈ ചെയ്യണം, പിന്നെ അത് ഇൻസേർട്ട് ചെയ്യണം, പിന്നെ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് എടുക്കണം, പിന്നെ അത് ശുദ്ധീകരിച്ച് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞതായിരുന്നു അതിനകത്ത് അതൊരു എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിന്ന് വേരിയേഷനാണ്, അതിൻ്റെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു വേരിയേഷനാണ് ഇത് വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ത്യൻ ക്രോപ്പ് വെറൈറ്റി, അതിന് 1997 ബസ്മതി റൈസ് നമ്മൾ പാറ്റൻ്റ് എടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് ക്ലാസ്സിലും ഒപ്പം നമ്മുടെ യൂട്യൂബിലും ഒക്കെ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ബസുമതി റൈസുമായിട്ട് അമേരിക്കൻ കമ്പനി പാറ്റൻ്റ് എടുത്ത സംഭവമൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരുന്നു. ദെൻ അപ്പം ബസുമതി റൈസാണ് അതിൻ്റെ സംഭവം. ദെൻ ഇതിനകത്ത് ഇത് ഞാൻ ഏജ് ഡിസ്ട്രിബ്യൂഷന് 3 ഗ്രാഫുകളും കാണിച്ചിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ചോദിക്കാം. അപ്പോൾ അതിനകത്ത് സ്റ്റേബിളും ഡിക്ലൈനിങ്ങും ഒക്കെ പറഞ്ഞിരുന്നു. ഇത് കുട്ടികൾ കുറവാണ് ഇവിടെ, അപ്പോൾ ഡിക്ലൈനിങ് ആണ് പോപ്പുലേഷൻ. പിന്നെ ജൂൾ 10%ലോ നമ്മൾ മസ്റ്റ് പറഞ്ഞതാണ്, ഓരോ ലെവലിലോട്ട് പോകുമ്പോൾ 10% പോകുള്ളൂ. അപ്പോൾ 10,000-ൻ്റെ 10% പക്ഷേ ടെർഷറി കൺസ്യൂമറിലേക്കാണ്. പ്രൈമറിയിലോട്ട് അതിൻ്റെ 10,000-ൻ്റെ 10 പോകും പ്രൈമറി കൺസ്യൂമർ. പുല്ലിന് 10,000 കിട്ടുമ്പോൾ അത് പശുവിന് എത്ര കിട്ടുള്ളൂ, അതിൻ്റെ 1000 കിട്ടുള്ളൂ. പിന്നെ അടുത്ത ലെവലിൽ സെക്കൻഡറി കൺസ്യൂമർ, അതിന് 100 കിട്ടുള്ളൂ. പിന്നെ അടുത്ത ലെവലാണ് ടെർഷറി. ഇപ്പോൾ ടെർഷറിയിലേക്ക് 10 പോകുള്ളൂ. അപ്പോൾ അത് എഴുതിയാൽ മാർക്ക് കിട്ടും. ദെൻ അതിനകത്ത് സം ഫ്ലവേഴ്സ്, ചില ഈ ഫ്ലവേഴ്സിന് എന്തുണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തിനാ അതിൻ്റെ എമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ആന്തർ മെയിൽ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്ന മെയിൽ ആന്തർ എന്ത് ചെയ്യുക, മെയിൽ സ്ട്രക്ചർ കട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എമാസ്കുലേഷൻ അതിനകത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് ചെയ്യേണ്ട, ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് രണ്ടും ഉണ്ടാകുന്നെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഓഫ് ഫ്ലവർ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് എമാസ്കുലേഷൻ യൂണിസെക്ഷൽ ഫ്ലവറിന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അൺവാണ്ടഡ് പോളൻ അതിനകത്ത് വീഴുന്നത് തടയാൻ നമ്മൾ ബാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ പോളൻ അതിൽ വീഴില്ലല്ലോ, കാരണം അത് യൂണിസെക്ഷലാണ്. അത് ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോളൻ കട്ട് ചെയ്യേണ്ട, പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്ന ആന്തർ ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ ബാഗിങ് ചെയ്യണം. പിന്നെ അതിനകത്ത് എക്സൈൻ, ഇൻഡൈൻ. എക്സൈന് നിങ്ങൾക്കറിയാം സ്പോറോ പൊള്ളനിനോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സൈനും ഇൻഡൈനും സെല്ലുലോസ് ആൻഡ് പെക്റ്റിനോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സൈന് സ്പോറോ പൊള്ളനിനാണ്. എക്സൈൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദെൻ എക്സൈൻ്റെ പ്രൊട്ടക്ഷൻ, പിന്നെ അതിനകത്ത് എമാസ്കുലേഷൻ, ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അതിൻ്റെ ഒരു വേരിയേഷനായിട്ട് ചോദിച്ചാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം എഴുതാൻ. എമാസ്കുലേഷനൊക്കെ നമ്മൾ പറയുന്നതാണ്. ദെൻ പ്രോപ്പർട്ടി ഓഫ് എക്സൈൻ പ്രൊട്ടക്ട്സ് പോളൻ ഗ്രെയിൻ. ഏത് പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ റെസിസ്റ്റൻസ്, അതായത് മെറ്റീരിയൽ ഇതിനകത്ത് എക്സ്ട്രീം ടെമ്പറേച്ചർ, അതുപോലെ തന്നെ pH ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ ആൽക്കലൈൻ അല്ലെങ്കിൽ എന്താ പറയുക അസിഡിക് pHനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഇതിൻ്റെ എബിലിറ്റി ടു റെസിസ്റ്റ് pH, ടെമ്പറേച്ചർ ഒക്കെ അതിനകത്ത് ഹൈ pH, ഹൈ ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ദെൻ DNA കനോട്ട് പാസ് ത്രൂ മെംബ്രെയിൻസ് ഓഫ് ബാക്ടീരിയ. വൈ? അതെന്തുകൊണ്ടാണ്? അത് പലർക്കും അതിനകത്ത് നിങ്ങൾ ലോജിക്ക് ചിന്തിച്ച് ആലോചിക്കണം. DNA എന്താണ്, ഹൈഡ്രോഫിലിക് ആണ്. പക്ഷേ സെൽ മെംബ്രെയിൻ എന്താണ്, ഹൈഡ്രോഫോബിക് ആണ്, ലിപ്പിഡ് കൊണ്ടുള്ള ലെയറാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ പാസ് ചെയ്യണമെങ്കിൽ ബാക്ടീരിയനെ കുറച്ച് സ്റ്റെപ്പിലൂടെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കണം. കാൽഷ്യം, ഡൈവാലൻ്റ് അയോൺ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങൾ. ഹൗ ബാക്ടീരിയൽ സെൽ ഈസ് മെയ്ഡ് കോമ്പിറ്റൻറ്റ് ടു ആക്സെപ്റ്റ് ഫോറിൻ DNA എന്നുള്ളത്. പിന്നെ DNA ലൈഗേസ് എല്ലാവർക്കും അറിയാം എന്താണ്, ജോയിൻസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ്. അന്ന് അറിഞ്ഞാൽ തന്നെ ബാക്കി. പിന്നെ എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസ് എന്ന് കട്ട് ചെയ്യുന്നതാണ്. പിന്നെ ടാക്ക് പോളിമറൈസ് എന്താണ്, എക്സ്റ്റൻഷൻ ആണ്, നമ്മൾ അത് പ്രത്യേകം പറയുന്നതാണ്. ദെൻ റെസ്ട്രിക്ഷൻ, എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കട്ട് ചെയ്യുന്നതാണ്, കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അതിനകത്ത് എളുപ്പത്തിൽ ഇത് പിന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് ഇതിനകത്ത് സംഭവം. പക്ഷേ ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നു. ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ് ഇതിനകത്ത് ചോദ്യം. അതിനകത്ത് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ. സ്റ്റേറ്റ് ദ ചേഞ്ചസ് ഓഫ് പ്രോ ഇൻസുലിൻ അണ്ടർഗോസ് അറ്റ് ദ ടൈം ഓഫ് പ്രോസസിംഗ് ബിക്കം ഫംഗ്ഷണൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഫംഗ്ഷണൽ ആകുന്ന സമയത്ത് എ ചെയിനും ബി ചെയിനും മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. എ ചെയിനും ബി ചെയിനും, സി പെപ്റ്റൈഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകും എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ?
അതൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ ഫംഗ്ഷണൽ ആകുമ്പോൾ എന്തുണ്ടാവില്ല, സി പെപ്റ്റൈഡ് ഉണ്ടാവില്ല, എ ചെയിനും ബി ചെയിനും ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ് അതിനകത്ത് എലിലിലി യോജിപ്പിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ അപ്പോൾ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൈസൾഫൈഡ് ബ്രിഡ്ജ്, ഡൈസൾഫൈഡ് ബോണ്ടാണ് അവിടെ എ ചെയിനും ബി ചെയിനും എന്ത് ചെയ്യുന്നത്, ഒരുമിപ്പിക്കുന്നത്. അപ്പോൾ ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് കിട്ടും. ദെൻ ഇൻസെക്ട് ബീസ് ഇത് പ്രത്യേകം നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടായിരുന്നു. വൈഡസ് ഇൻസെക്ടിസൈഡ് അത് അതിനെ കില്ല് ചെയ്യുന്നില്ല, കാരണം അതെന്താണ്, ഇനാക്റ്റീവാണ്, അത് പ്രോടോക്സിനാണ്. പക്ഷേ ബോൾ വേമിൻ്റെ ഗട്ടിലെത്തുമ്പം അവിടുത്തെ ആൽക്കലൈൻ pH കാരണമാണ് അത് എന്ത് ചെയ്യുന്നത്, അവിടെ അത് ടോക്സിനായി മാറുന്നത്. അതൊക്കെ നമ്മൾ മെക്കാനിസം പറഞ്ഞതായിരുന്നു. അപ്പം അത് നിങ്ങൾ അത് എഴുതിയാൽ മാർക്ക് കിട്ടും. അതായത് അത് ബാസില്ലസിന് എന്ത് ചെയ്യുന്നില്ല, ടോക്സിൻ അല്ല, കാരണം അതെന്താണ്, അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിനാണ് ഇനീഷ്യലി. ആൽക്കലൈൻ pH വരുമ്പം ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെത്തിയാൽ മാത്രമേ അതെന്താവുള്ളൂ, ആക്റ്റീവായിട്ടുള്ള ടോക്സിൻ ആകുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എഴുതിയാൽ മാർക്ക് കിട്ടും. ഫ്രോഗ് നിങ്ങൾക്കറിയാം കാമോഫ്ലാഷ് ആണ്. ദെൻ മൊണാർക്ക് ബട്ടർഫ്ലൈ അതിൻ്റെ ടേസ്റ്റ്, അതൊരു പോയ്സണസ് വീഡിൽ, അത് കാറ്റർപില്ലർ ലാർവ ആവുന്ന സ്റ്റേജിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട് ഒരു പോയ്സണസ് വീഡിനെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഒരു ബാഡ്, വെരി ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ് ടു പ്രെഡേറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണത് ഡിസ്റ്റേസ്റ്റ്ഫുൾ ടു പ്രെഡേറ്റേഴ്സ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് ഇത് നമ്മൾ പറഞ്ഞിരുന്നു, നാച്ചുറൽ എൻവയോൺമെൻറ്റിലൊക്കെ അതിനകത്ത് നമ്മുടെ ലൊജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്, വെറൂൾസ്റ്റ് പേൾ ലൊജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്നൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. വിച്ച് വൺ ഓഫ് ദ ടു കർവ് ഈസ് കൺസിഡേർഡ് മോർ റിയലിസ്റ്റിക് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് അനിമൽ പോപ്പുലേഷൻ ആൻഡ് വൈ. കാരണം ഇതെന്താണ്, അത് ഇനീഷ്യലി എന്താണ്, ഇവിടെ ഒരു ലാഗ് ഫേസ് ആണ്, പിന്നെ ഒരു വളർച്ചയാണ്, പിന്നെ എന്താണ്, വല്ലാണ്ട് വളർന്നു കഴിഞ്ഞാൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ എന്താണ്, എപ്പോഴും റിസോഴ്സസ് എന്തല്ല, നമ്മുടെ എൻവയോൺമെൻറ്റിലൊന്നും റിസോഴ്സസ് എന്തല്ല, അൺലിമിറ്റഡ് അല്ല. റിസോഴ്സസ് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടെങ്കിലാണ് അങ്ങ് പെരുകി വളരുക. നമ്മുടെ ജീവികൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ റിസോഴ്സസ് ഒക്കെ എന്താവും, ലിമിറ്റഡ് ആവും. റിസോഴ്സസ് വിൽ ബിക്കം ലിമിറ്റഡ്, സോ ദ കനോട്ട് ഗ്രോ ഫർദർ. അൺലിമിറ്റഡ് ആയിട്ട് പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഗ്രോത്ത് ബിക്കം സ്റ്റേഷനറി. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് കിട്ടും. സോ നമ്മൾ ഇത് കർവ്, ഇതിനകത്ത് കെ ആണ് പിന്നീട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഡസ് കെ സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. കെ നമുക്കറിയാം മാക്സിമം ക്യാരിങ് കപ്പാസിറ്റിയാണ്. നമ്മളത് പറഞ്ഞ സംഭവമാണ്, ഒരു പോപ്പുലേഷന് താങ്ങാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട്. സോ ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വരെ പോപ്പുലേഷൻ ക്യാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെഫിനിഷനെ കാര്യങ്ങളെല്ലാം. ബാർണക്കിൾസ് ഓൺ വെയിൽ കമൻസാലിസം ആണ്, മൈക്രോറൈസം, മ്യൂച്വലിസം ഇതൊക്കെ പറഞ്ഞതാണ്. അബിഗ്ഡൺ ടോട്ടോയിസ് മത്സരിച്ചപ്പോൾ അവിടെ ആമകൾ ഇല്ലാണ്ടായി, പാവ ആമകൾ പുല്ല് തിന്നുമ്പോൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് എന്താണ്, കോമ്പറ്റീഷനാണ്. ടിക്സ് ആൻഡ് ഡോഗ്സ് നമ്മൾ പ്രത്യേകം പാരസൈറ്റിസത്തിൻ്റെ കേസ് പറഞ്ഞിരുന്നു. പിന്നെ എക്കോളജിക്കൽ പിരമിഡിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മുടെ സ്ലൈഡിൽ പ്രത്യേകം എഴുതി വെച്ചിരുന്നത് പറയുകയും ചെയ്തിരുന്നു. സാപ്രോഫൈറ്റിന് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, പാവങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫുഡ് വെബ് കൺസിഡർ ചെയ്യുന്നില്ല അതിനകത്ത്, അത് സിമ്പിൾ ഫുഡ് ചെയിൻ പോലെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്പീഷീസ് തന്നെ പല ട്രോഫിക് ലെവലിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡെട്രൈറ്റിസിനകത്ത് ആക്ട് ചെയ്യുന്നത് പല സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇവർ എർത്ത് വേം ആക്ട് ചെയ്യുന്നത് എന്താണ്, എർത്ത് വേം ഡെട്രൈറ്റ് ബോറുകൾ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് അതിനകത്ത് സംഭവം, എർത്ത് വേം ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റും. ദെൻ ഇനോർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഗ്രൗണ്ടിലോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലീച്ചിങ്. പക്ഷേ ഇവർ എർത്ത് വേം ചെയ്യുന്നത് ഫ്രാഗ്മെൻറ്റേഷനും. അതുപോലെ ബാക്ടീരിയ എന്താ ചെയ്യുന്നത്, ബാക്ടീരിയം ഫംഗസ് ഒക്കെ എൻസൈംസ് അതിലോട്ട് ആക്ട് ചെയ്ത് സെക്രീറ്റ് ചെയ്തിട്ട് അവരതിൻ്റെ കറ്റബോളിസം ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കറ്റബോളിസവും ഫ്രാഗ്മെൻറ്റേഷനുമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ദ ഫിഗർ ഗിവൺ ബിലോ. അപ്പം എന്താണ് പറയുക, ഈ ഒരു ഫിഗർ ഇതിനകത്ത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ബി സസ്പെൻസറാണ്, സി റാഡിക്കലാണ്, ഇ കോട്ടിൽഡൻ ആണ്, ഡി പ്ലിമ്യൂളാണ്. കോട്ടിൽഡൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെവലപ്പിംഗ് പ്ലാന്റിന് ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന സംഭവങ്ങൾ. ദെൻ സിമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ, ഇത് പലർക്കും എന്തായിട്ടുണ്ടാവും, കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പക്ഷേ ഇതെന്താ സംഭവം, അതിനകത്ത് മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും. അതെന്താണ്, അതിനകത്ത് ഒരു അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്, അജിറ്റേഷന് വേണ്ടിയിട്ട് അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്. അതുപോലെ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്, pH ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഫോം ബ്രേക്കർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് NCERT പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു പിക്ചർ അതിനകത്ത് പഠിച്ചു പോകണം. NCERT ഡയഗ്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് 4 ഫീച്ചേഴ്സാണ്. അപ്പോൾ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം അത് നിങ്ങൾക്ക് എഴുതാൻ അറിയുന്നതാണ്. അപ്പോൾ ഓക്സിജൻ അതിനകത്ത് ഡെലിവറി ചെയ്യും നമുക്കറിയാം. ഇമ്പല്ലർ ഉണ്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ അതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോളർ, pH കൺട്രോളർ ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ ഡെലിവറി പറഞ്ഞു. ദെൻ ഫോം ബ്രേക്കർ ഒക്കെ അതിനകത്ത് ആ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതണം അതിനകത്ത്. അതാണ് 4 സിസ്റ്റംസ്. പിന്നെ കനോട്ട് മാർക്കറ്റ് ഡയറക്ട്ലി വൈ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അത് പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് ഡൗൺ സ്ട്രീമിങ് പ്യൂരിഫൈ ചെയ്യണം. അതിനകത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ക്ലിനിക്കൽ ട്രയൽ നടത്തണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ സേഫ്റ്റി എഫിക്കസി കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഗീവ് റീസൺ, മനസ്സിലായില്ല. അപ്പോൾ ഒരു റീസണാണ് ഇതിനകത്ത് പറയാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി, ഇതിനകത്ത് ക്വാളിറ്റി ക്ലിനിക്കൽ ട്രയൽ നടത്തണം. നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ സേഫ്റ്റി,
അതിൻ്റെ എഫിക്കസി എത്രത്തോളം എഫക്റ്റീവാണ് സംഭവങ്ങളൊക്കെ അത് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയാൻ നമ്മൾ ഡെഫിനിഷൻ അടക്കം പഠിക്കാറുണ്ട്. അതിൻ്റെ ഒരു ജീവിയുടെ ഒരു ഓർഗാനിസം, അതിപ്പം ആരായിക്കോട്ടെ, ബാക്ടീരിയ, ഫംഗസ്, അനിമൽ, പ്ലാന്റ് ഒക്കെ അതിൻ്റെ ജീൻ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് ഒരു ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കേസിന് അത്തരം അനിമൽസിനെയാണ് നമ്മൾ ജീൻ ഈസ് മാനിപ്പുലേറ്റഡ് ടു എക്സ്പ്രസ് എ ഫോറിൻ ജീൻ എന്ന് എഴുതിയാൽ ഓക്കെയാണ്. ദെൻ ട്രാൻസ്ജെനിക് അനിമൽസ്, ദോസ് ലാർജസ്റ്റ് നമ്പർ എമംഗ് ദി ട്രാൻസ്ജെനിക് അനിമൽ, മൈസാണ്. നമുക്കത് അറിയുന്നതന്നെ, ഒരുപാട് എല്ലികൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുത്തിയിട്ട് പല പല പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പരീക്ഷണങ്ങളൊക്കെ നമ്മളതിനകത്ത് അപ്പം നിങ്ങൾക്ക് അതിനകത്ത് മൈസ് നമ്മൾ എന്തായാലും പഠിക്കുന്നതാണ്. നമ്മൾ ലോജിക്ക് വെച്ചിട്ട് എലികളല്ലേ കൂടുതൽ ഉണ്ടാവുക, അത് വെച്ച് പറയാൻ പറ്റും. ദെൻ എലികളെ കുറിച്ച് അതിനകത്ത് പറയുന്നുള്ളൂ അതിനകത്ത് നന്നായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ വിച്ച് അനിമൽസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ എനി 3 പർപ്പസസ് നമ്മൾ പറഞ്ഞിരുന്നു. വാക്സിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ അസുഖങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് മറ്റൊരു ഒരുപാട് ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ട്രാൻസ്ജെനിക് അനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നാണ്. നമ്മൾ പ്രത്യേകം അതിൻ്റെ ഡെഫിനിഷൻ അടക്കം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാന്റ് ഫോട്ടോസിന്തസിസ് വഴി ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ ബയോമാസ്, സോ ദ എമൗണ്ട് ഓഫ് ബയോമാസ് പ്രൊഡ്യൂസർ പെർ യൂണിറ്റ് ഏരിയ എന്നുകൂടി പറയണം. അപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക. എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രാം പെർ മീറ്റർ സ്ക്വയർ, അതായത് ഡ്രൈ വെയിറ്റ് എത്ര ബയോമാസ് അത് പ്രൊഡ്യൂസ് ചെയ്യും, എമൗണ്ട് ഓഫ് ബയോമാസ് പ്രൊഡ്യൂസർ പെർ യൂണിറ്റ് ഏരിയ പെർ മീറ്റർ സ്ക്വയർ വേണം. ഓവർ എ പീരീഡ് എന്ന് പറയുമ്പം പെർ ഇയർ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് എന്ത് ചെയ്യാറുള്ളത്, പ്രൈമറി പ്രൊഡക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് അതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. പല ഹൗ ഈസ് ഇറ്റ് എക്സ്പ്രസ്ഡ് എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷനും എക്സ്പ്രഷനും എഴുതണം. ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടാക്കുന്ന ഗ്രോസ് പ്രൈമറിയിൽ നിന്ന് റെസ്പിറേഷൻ്റെ ലോസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ കൺസ്യൂമർ, ഇത് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു, ചോദ്യം വന്നിട്ടില്ല പക്ഷേ ചോദിക്കും എന്നുള്ള രീതിയിൽ. സെക്കൻഡറി അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമർ ഈസ് കാൾഡ് സെക്കൻഡറി പ്രൊഡക്ഷൻ. മനസ്സിലായില്ലേ? അപ്പം അതിനകത്ത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നല്ല, അതിനെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ അത് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സോ നമുക്ക് സുവോളജിയിലോട്ട് പോകാം. ഇനി നമ്മൾ സുവോളജിയിലോട്ട് പോകുമ്പോൾ സുവോളജി കമ്പാരിറ്റീവ്ലി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബോട്ടണിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ബോൺ മാരോ ആണ് അതിനകത്ത് എന്ത്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ, ബാക്കിയൊക്കെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാണ്. LNG ഇതൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഹോർമോൺ റിലീസിങ് IUD, മൾട്ടിലോഡ് കോപ്പർ റിലീസിങ് IUD ആണ്. മൾട്ടിലോഡ് 375 എക്സാമ്പിൾ പഠിക്കാൻ. ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലാണ്. ഇത് മാരേജ് അല്ലെങ്കിൽ മെയ്റ്റിംഗ്. ദ മിൽക്ക് പ്രൊഡ്യൂസർ കൊളസ്ട്രം പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു. എക്സ്പാൻഡ് HGP നമ്മൾ പറഞ്ഞിരുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അതിനകത്ത് ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ആൻസർ ദ ഫോളോയിങ് ഓൾ കോപ്പുലേഷൻസ്. ഇത് പ്രത്യേകം നമ്മളിത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അതിനകത്ത് എല്ലാ കോപ്പുലേഷനും എന്ത് ചെയ്യില്ല, ഫെർട്ടിലൈസേഷനിലും ലീഡ് ചെയ്യില്ല. വയബിൾ ആയിട്ടുള്ള ഒരു സ്പേം, ഒരു ഓവത്തിൻ്റെ ഓവം ആ സമയത്ത് അവിടെ പ്രസൻറ്റ് ആയിരിക്കണം. ഫലോപ്പിയൻ ട്യൂബിൽ, ആംബ്യുള്ളയിൽ, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആഫ്റ്റർ ഓവുലേഷൻ റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാവിയൻ പോളി പ്രത്യേകം എത്രയോ തവണ പറഞ്ഞതാണ്. കോർപ്പസ് ലൂട്ടിയം പ്രത്യേകം പഠിച്ചു പോകാൻ. ദെൻ വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ് ബാൻഡ് എന്ന് പ്രത്യേകം 2-3 തവണ നമ്മൾ പറഞ്ഞതാണ്. അതിനകത്ത് ഫീമെയിൽ ഫെറ്റിസൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ്, അത് ബാൻഡാണ്. ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ പ്രിനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്, ഇൻവേഴ്സീവ് ടെക്നിക്കാണ്. നമ്മൾ എന്തെങ്കിലും അതെന്താണ് ഫീറ്റൽ സെൽസ് ഡയഗ്നോസ് ചെയ്യാണ് ഫോർ എനി ക്രോമസോമൽ ഓർ ജെനറ്റിക് അബ്നോർമാലിറ്റീസ് ഓർ ഡിസീസസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഫീറ്റസിൻ്റെ സെല്ല് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആംനിയോട്ടിക് പോയിട്ട് നിന്ന് സെൽസ് എടുത്തിട്ട് അതെന്ത് ചെയ്യാണ്, അതിനെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് വഴി അതിനകത്ത് എന്തെങ്കിലും പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് നമ്മൾ എന്താ പറയുക, ജനിതകപരമായിട്ട് അല്ലെങ്കിൽ ക്രോമസോമൽ പരമായിട്ട് എന്തെങ്കിലും തകരാറുകളുണ്ടോ നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് നമ്മുടെ സ്ലൈഡുകളിൽ. വാലിൻ അവിടെ എന്താവും, 6th പൊസിഷനിൽ 1, 2, 3, 4, 5, 6 കണ്ടോ. അപ്പോൾ വാലിൻ അവിടെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം എന്ത് ചെയ്യും, വാലിൻ റീപ്ലേസ്ഡ് ബൈ ഗ്ലൂട്ടാമിക് ആസിഡ് റീപ്ലേസ്ഡ് ബൈ വാലിൻ. ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റിയിട്ട് വാലിൻ വരും. അപ്പോൾ ഇതാണ് എന്ത്, സിക്കിൾ സെൽ അനീമിയയുടെ കേസ്. അപ്പോൾ ഏതാണ് സിക്കിൾ സെൽ അനീമിയ കേസ് എന്ന് ചോദിച്ചിട്ട് സെക്കൻഡാണ്. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ അത് അവിടെ പോയിന്റ് മ്യൂട്ടേഷനാണ്. അവിടെ വാലിൻ റീപ്ലേസ് ചെയ്തിട്ട് ഗ്ലൂട്ടാമിക് ആസിഡ് വരുന്ന കേസ് ആയതുകൊണ്ടാണ് അതിനകത്ത് എന്ത് സംഭവിക്കുന്നത്, അവിടെ സിക്ലിംഗ് ഓഫ് ദി RBC സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് TH മോർഗൻ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത് ഇത്തവണ വരും, അതുകൊണ്ട് ഞാൻ അതിനകത്ത് 5 സ്റ്റാറിൽ പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ 5 സ്റ്റാർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. ഡ്രോസോഫില മെലനോഗാസ്റ്റർ മെൻഷൻ എനി റീസൺ ഫോർ സെലക്ട്. ഡ്രോസോഫിലയ്ക്ക് ഹൈ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അതെന്താണ്, ലൈഫ് സൈക്കിൾ ഷോർട്ടാണ്, പെട്ടെന്ന് ജനിച്ച് മരിച്ചു പോകും.
പിന്നെ ഹൈപ്പോതലാമസ് അതിനകത്ത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണുകൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ എന്ത് വരും, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ആക്ട് ചെയ്യുക. അവിടെ നിന്ന് LH വന്നിട്ട് LH കോർപ്പസ് ലൂട്ടിയത്തിൽ നമ്മുടെ LH ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആൻഡ്രോജൻ സെക്രീഷൻ ഉണ്ടാകും. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. FSH എന്ത് ചെയ്യും, സെർട്ടോളി സെൽസിൽ. അപ്പോൾ ഇത് FSH ആണ് B, ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. C ആണെങ്കിൽ എന്താണ്, ലേഡിക് സെല്ലാണ്. പിന്നെ സ്പേമിന് ആക്രോസോമാണ്. നിങ്ങൾക്ക് സ്പേമിന് എന്ത് ചെയ്യുന്നത്, ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആക്രോസോമിലുള്ള ഹയാലുറോണിഡേസ് എൻസൈമുകളൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ ഇതിനകത്ത് പിന്നെ നമുക്കറിയാം സൈക്ലോസ്പോറിൻ എ, അതിനകത്ത് നിങ്ങൾ ട്രൈക്കോഡർമ പൊളിസ്പോറത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുപോലെ മൊണാസ്കസ് പർപ്യൂരിയസ് ഫംഗസ് നിന്ന് ഉണ്ടാക്കുന്നതാണ് സ്റ്റാറ്റിൻസ്. അപ്പം ഫംഗസിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞതാണ്. ആകെ മൈക്രോബ്സ് ഇൻ വെൽഫെയറിൽ ഞാൻ 5 സ്റ്റാർ കാറ്റഗറിയിൽ ഈ ഒരു ക്വസ്റ്റ്യനും വേറൊരു ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലാക്റ്റിക് ആസിഡ്, ബ്യൂട്ടറിക് ആസിഡ് സംഭവം. പിന്നെ അലക് ജാഫ്രി, നമ്മുടെ സ്ലൈഡിലുള്ള സംഭവങ്ങളാണ്. അലക് ജാഫ്രി അതിനകത്ത് എന്താണ് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്, അത് നമ്മൾ പ്രത്യേകം പറയുന്ന DNA ഫിംഗർ പ്രിൻറ്റിങ്. ജെയിംസൺ വാട്സൺ ആൻഡ് ക്രിക്ക് എന്താണ്, ഡബിൾ ഹെലിക്സ് ആണ്. എർവിൻ ചർഗാഫ് അതിനകത്ത് നമുക്കറിയാം അഡിനിൻ ടൈം റേഷ്യോസ് ആണ്. ഫ്രെഡറിക് ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പളാണ്. ഓക്കെ, അപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അവിടെ ബാക്കിയായി കിടക്കും. അത് വേണ്ട ബാക്കിയൊക്കെ കൊടുത്തു. ദെൻ ഇത് നിങ്ങൾക്കറിയാം ബാരിയേഴ്സ്, ഇത് മസ്റ്റ് 5 സ്റ്റാറിൽ നമ്മൾ പെടുത്തിയതാണ്. ഫിസിക്കൽ ബാരിയേഴ്സ് സ്കിന്ന്, പിന്നെ ഇത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ് B, പിന്നെ ഇത് സെല്ലുലാർ ബാരിയേഴ്സ് ആണ് D, സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ്. അപ്പം അതിനകത്ത് സൈറ്റോകൈൻ ബാരിയറാണ്. ദെൻ ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെൻറ്റ് പഠിക്കാണ്ട് പോകണ്ട എന്ന്. ഹൂ കണ്ടക്റ്റഡ് ദിസ് എക്സ്പെരിമെൻറ്റ്, ഹരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി ലോയിഡ് മില്ലർ. ദെൻ വാട്ട് വാസ് ദ എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, അവർ കെമിക്കൽ എവല്യൂഷനെ ഒപ്പാരിൻ ആൻഡ് ഹാൾഡെയിന് പ്രപ്പോസ് ചെയ്ത കെമിക്കൽ എവല്യൂഷൻ അവരെന്ത് ചെയ്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതായത് അമോണിയ ഇവിടെ എഴുതിയിട്ടുണ്ട്, CH4, NH3, H2O, H2 ഹൈഡ്രജൻ, ഇതൊക്കെ ഇനോർഗാനിക് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഓർഗാനിക് മോളിക്യൂൾ ഉണ്ടാക്കി അവിടെ നിന്നാണ് ലൈഫിൻ്റെ സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ അവരുടെ പരീക്ഷണം. ഓക്കെ, ദെൻ ഇത് നമ്മൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പ്രത്യേകം ഡാർവിൻ ഫിഞ്ചസ് ഏത് ഐലൻഡാണ്, ഗാലപ്പാഗസ് ഐലൻഡാണ്. ഇതൊക്കെ പ്രീവൈക്യൂ ടൈപ്പാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ചോദിക്കും, ഡാർവിൻ ഫിഞ്ചസ് പേര് പഠിക്കുക, ഐലൻഡിൻ്റെ പേര് പഠിക്കുക എന്നൊക്കെ നമ്മൾ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിച്ച് എവല്യൂഷണറി ഫിനോമിനൻ, അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ആൻറ്റിബോഡി അതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറി പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു. ആൻറ്റിബോഡി മാർക്ക് ചെയ്യാൻ ആൻറ്റിജൻ ആൻറ്റിബോഡി സൈറ്റ്, അതിൽ തന്നെ ഇത് ലൈറ്റ് ചെയിനാണ്, ഇത് ഹെവി ചെയിനാണ്, കാരണം ഒരുപാടുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് നമ്മളിവിടെ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റാണ്, അതില്ല. ഇതിനകത്ത് ഇപ്പോൾ മാർക്ക് ചെയ്യാൻ XY മാർക്ക് ചെയ്യാനുള്ളൂ, ഇത് ആൻറ്റിബോഡിയുടെ ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാൻ. പിന്നെ ഇത് നമ്മൾ 5 സ്റ്റാർ അതിന് അതേ ചോദിക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഡൗൺ സിൻഡ്രോ ആണ്, ഇതെന്താണ് നമ്മുടെ ടർണർ സിൻഡ്രോ ആണ്, ക്ലൈനിഫെൽറ്റർ സിൻഡ്രോ ആണ്. പിന്നെ അതിൻ്റെ ഓരോ സിംറ്റമും എഴുതാൻ ഒക്കെ സിംറ്റംസ് അടക്കം നമ്മൾ പറഞ്ഞിരുന്നു. ഗൈനക്കോമാസ്റ്റിയയും ഓവറി റുഡിമെൻ്റർ ആവുന്നതും സ്റ്റെറിലിറ്റി സംഭവങ്ങൾ, അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ അതിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, പാമ്പ് ബ്രോഡ് ആവുന്നത്, മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ. പിന്നെ STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ്, ലൈംഗികമായി പകരുന്ന അസുഖങ്ങളാണ്. ത്രൂ സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ ഒക്കെ പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, STIs എന്ന് വിളിക്കുക. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റ്. നെയിം 2 STI അല്ലെങ്കിൽ STD എന്താണ്, ക്ലെമിഡിയ, സിഫിലിസ് ഒക്കെ നിങ്ങൾക്കറിയാം. പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെ അറിയുന്നതാണ്. നിങ്ങൾക്ക് അതിനകത്ത് വേറെ കോണ്ടം അല്ലെങ്കിൽ എന്താണ് സേഫ് സെക്സ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് ഡോണ്ട് ഹാവ് സെക്സ് വിത്ത്, അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഓർ അൺഫെമിലിയർ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അതെ. അപ്പോൾ അതിനകത്ത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. സുവോളജി ഓൾമോസ്റ്റ് എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. എബിൽ കോർട്ടറ്റേക്ക് ഇതിൽ 5 സ്റ്റാർ, എല്ലാം 5 സ്റ്റാറിൽ പറയുന്ന സുവോളജിയിൽ വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കൂട്ടോ, കാരണം നമുക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുമ്പോൾ. ബയോഡൈവേഴ്സിറ്റി ലോസ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ ആൻഡ് നമ്മുടെ എന്താണ് കോ എക്സ്റ്റിങ്ഷൻ. A and B എന്താണ്, അപ്പോൾ A ഇവിടെ ഹാബിറ്ററ്റ് ലോസ് ഫ്രാഗ്മെൻറ്റേഷനും കോ എക്സ്റ്റിങ്ഷനാണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അതൊക്കെ ചോദിക്കാറുള്ളൂ. അതിനകത്ത് എക്സിറ്റു ഇൻസിറ്റു. എക്സാമ്പിൾ എക്സിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുവോളജിക്കൽ പാർക്ക് അതിനെ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ബയോസ്ഫിയർ റിസർവ്, നാച്ചുറൽ എന്താ പറയുക, നമ്മുടെ ബൊട്ടാനിക്കൽ ഇതിനകത്ത് നാഷണൽ പാർക്ക്, ബൊട്ടാനിക്കൽ പാർക്ക്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, സാങ്ച്വറീസ്, അതൊക്കെ. പിന്നെ വാട്ട് ഈ സ്റ്റാർട്ടിംഗ് കോഡോൺ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. അമിനോ ആസിഡ് ഏതാണ്, മെഥിയോണിനാണ്, AUG ആണ്. സ്റ്റോപ്പ് കോഡോൺ ഉവാഗ്, UAA, UAG. പിന്നെ അതിനകത്ത് ജെനറ്റിക് കോഡോൺ ഡീജനറേറ്റഡ് ആണ്. എന്തുകൊണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമിനോ ആസിഡിന് തന്നെ എന്തുണ്ടാവും, മൾട്ടിപ്പിൾ കോഡോണുകൾ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ സെയിം അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ബൈ ഡിഫറെൻറ്റ് കോഡോൺസ്. അപ്പം ഒരു കോഡോൺ എന്ത് ചെയ്യുള്ളൂ, ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ. പക്ഷേ ഒരുപാട് ഒരേ അമിനോ ആസിഡ് തന്നെ പല കോഡോണുകൾ ഉണ്ടാക്കാം.
സെയിം അമിനോ ആസിഡ് വിൽ ഹാവ് മൾട്ടിപ്പിൾ കോഡോൺസ്. അപ്പം അതുകൊണ്ടാണ് അതിനെ ഡീജനറേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് എന്തുള്ളത് സംഭവങ്ങൾ അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കൂ. പിന്നെ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ അറിയിക്കാം നമ്മുടെ ചാനൽ വഴി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് പ്ലസ് 1 വാലിലൂടെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പം നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളിലെ എക്സാമുകളൊക്കെ കഴിഞ്ഞു, നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നൽകിയ സപ്പോർട്ടിന് നന്ദി. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.